സായിയിൽ വിശ്വാസമില്ലാതിരുന്ന തൻ്റെ ഭാര്യയുടെ നാവിൽ നിന്നു വന്ന സായിനാമം വലിയൊരു അപകടം തന്നെ ഇല്ലാതാക്കിയ അനുഭവവും ജീവിതത്തിൽ സായി നൽകിയ മറ്റനുഭവങ്ങളും അനുഗ്രഹങ്ങളും നമ്മോട് പങ്കുവെക്കുകയാണ് സായി ഭക്തനായ അശ്വനികുമാർ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓം ശ്രീ സായിറാം. സമർത്ഥ സദ്ഗുരു ശ്രീ സായിനാഥ് ബാബ കി ജയ്. എൻ്റെ പേര് അശ്വനികുമാർ. എറണാകുളം ജില്ലയിൽ പറവൂർ സ്വദേശിയാണ്. ഇപ്പോൾ മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു ആയുർവേദ മരുന്നുകളുടെ. 10-15 വർഷം അബുദാബിയിലുണ്ടായിരുന്നു. ഒരു സായി വിശ്വാസികളുടെ, സായി ഡിവോട്ടീസിൻ്റെ ഒരു കൂട്ടായ്മയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് എൻ്റെ പുണ്യം. സുരേഷ് ജിയെ പോലുള്ള വളരെയധികം ബാബാനുഗ്രഹം കിട്ടിയ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനോട് സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അഡ്വൈസ് കേൾക്കാനും ഭാഗ്യം ചെയ്തതിനും ഒരുപാട് സായിയോട് കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ അച്ഛനൊരു ഹോമിയോ ഡോക്ടറായിരുന്നു, മരിച്ചുപോയി. സർവീസായിരുന്നു അച്ഛൻ്റെ ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടിരുന്നത്. അമ്മ റിട്ടയർഡ് ടീച്ചർ. എനിക്ക് 2 പെങ്ങൻ സിസ്റ്റേഴ്സ്, അവരെല്ലാം വിവാഹം കഴിഞ്ഞു. എനിക്ക് 3 മക്കൾ: ദേവനാരായണൻ, ശ്രീബാല, സായി കൃഷ്ണൻ. ഭാര്യയുടെ പേര് അമ്പിളി, അമ്മയുടെ പേര് ഉഷ. ഞാൻ സായിയിലോട്ട് എത്തിച്ചേരുന്നത് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് അബുദാബിയിൽ മുരളിയും ഭാര്യയും, അദ്ദേഹമാണ് എനിക്ക് ആദ്യമായി സായി ചരിതം വായിക്കാൻ തരുന്നത്. സായി ചരിതം വായിച്ചതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ സായി എനിക്ക് സ്വപ്ന ദർശനം തന്നു. അതും വളരെ രസകരമായ സ്വപ്നമാണ്. അതായത് സായി ഇരിക്കുന്നു, ഞാൻ സായിയുടെ വായിലോട്ട് നല്ല പഴുത്ത മാങ്ങ തിരുമി സായിക്ക് ഇറ്റിറ്റായി വായിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. പെട്ടെന്ന് സായി പട്ടിയായി മാറുന്നു. അപ്പോൾ ഞാൻ തലക്കടിക്കുന്നു, അയ്യോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സ്വപ്നം, അതാണ് എല്ലാവരെയും ഒന്നായി കാണാൻ ഉത്ബോധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്വപ്ന ദർശനമായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു വരുന്ന ഒരു അനുഭവ കഥ. ഞാൻ സേഫ് ലൈൻ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ കമ്പനിയിലെ ഒരു ഓപ്പറേഷൻ മാനേജറായിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്, റിസൈൻ ചെയ്ത് പോകുന്നത്. ആ സമയത്ത് ആദ്യം പവർ ഹൗസ് എന്ന ഇലക്ട്രിക്കൽ കമ്പനിയിലായിരുന്നു. അവിടെ വെച്ചാണ് മുരളിയെ പരിചയപ്പെടുന്നത്. അതിനുശേഷം ഞാൻ സേഫ് ലൈനിലെത്തി. സേഫ് ലൈനിൻ്റെ ഒരു സ്റ്റോർ മാനേജറുണ്ട്, മിസ്റ്റർ വിനോദ്. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹം വളരെ നന്നായിട്ട്, നല്ല മനുഷ്യനാണ്, ആൾക്കാരായിട്ട് ഇടപെടാനൊക്കെ നല്ല മനുഷ്യനാണ്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കോൾ വന്നു. അദ്ദേഹം ഫാമിലി ആയിട്ടാണ് അബുദാബിയിൽ താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറിയ കുട്ടി, ഏകദേശം ഒരു 3 വയസ്സായിട്ട് പ്രായമുള്ളവന്. അപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിഞ്ഞിട്ട് വാഷ് ബേസിനിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു ഡോറുണ്ട്. അദ്ദേഹം ആ ഡോറ് തുറന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ ചെറിയ കുട്ടി അദ്ദേഹത്തിൻ്റെ പുറകെ ഉണ്ട്. അപ്പോൾ കുട്ടി ചെറുതായതുകൊണ്ട് ഇദ്ദേഹം പെട്ടെന്ന് കാണാൻ പറ്റില്ലല്ലോ നമ്മുടെ പുറകിൽ നടക്കുമ്പോൾ. അത് ഇദ്ദേഹം വാതിൽ വലിച്ചടച്ചപ്പോൾ ഇവൻ്റെ കുട്ടിയുടെ കൈ അതിനകത്ത് പോയിട്ട് ഒരു കൈ അങ്ങോട്ട് പൂർണ്ണമായിട്ട് അറ്റപോയ ഒരു സ്ഥിതിയിലായി. അപ്പോൾ ഡോക്ടറെ അടുത്ത് അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ അവിടെ ഇവരോട് വിളിച്ചു പറഞ്ഞു, അങ്ങനെ നൗസുകൾ എല്ലാം ഇതായിരിക്കുന്നു, കട്ടായി പോയി, അപ്പം മിക്കവാറും കൈ മുറിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു, ചെറുപേരിൽ. അതൊരു വല്ലാത്തൊരു സങ്കടത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ സായിയായിട്ട് അടുപ്പം വന്നിട്ട് ഒരു 1-2 ആഴ്ചയോ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസ് എനിക്ക് മുരളി തന്നിരുന്നു. അപ്പം ഞാനൊരു ഫോട്ടോ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളിത് കീപ്പ് ചെയ്യുക, ഇവിടെ ഒരു സായി ഡിവോട്ടി ഉണ്ട്, മുരളിയും ഭാര്യയും. അപ്പോൾ മുരളി എപ്പോഴും വ്യാഴാഴ്ചകളിൽ സായി വ്രതം അനുഷ്ഠിക്കുകയും ഞാനവിടെ പോവുകയും അതിനുശേഷം അദ്ദേഹം ആ സായിക്കുള്ള പ്രസാദം അതിനുശേഷം എനിക്ക് തരികയും ചെയ്തുകൊണ്ടിരുന്ന സമയമാണത്. അപ്പോൾ അദ്ദേഹത്തിനോട് പറയുക, അങ്ങനെ മുരളിയും ഭാര്യയും അന്നൊരു ദിവസം മുഴുവൻ, ആ രാത്രി മുഴുവൻ ഈ ഒരു കൊച്ചിന്, അവർക്ക് ആരാണെന്ന് പോലും അറിയില്ല. അപ്പം ഞാൻ ഈ സായി ഡിവോട്ടികളുടെ ഒരു മനസ്സ് പറയുകയാണ്. ഒരു സായി, എൻ്റെ ഫ്രണ്ടിൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു സുഹൃത്ത് രാത്രി ഉറങ്ങാണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അന്ന് അവർ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം കാലത്ത് ഡോക്ടർ ഈ മുറിവഴിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഇൻറ്റേർണൽ നെർവ്സ് എല്ലാം ജോയിൻ ചെയ്തിരിക്കുന്ന മഹാത്ഭുതമുള്ളൊരു കാഴ്ചയാണ് കണ്ടത്. അപ്പം ഞാൻ എപ്പോഴും ചിന്തിച്ച്, ഞാൻ വളരെ കേവലമായിട്ടൊരു മണ്ണിൻ്റെ പോലും വിലയില്ലാത്ത ഒരു മനുഷ്യൻ,
ആ സായിയിലുള്ള വിശ്വാസത്തോടു കൂടി അത് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിനോട് സായിയോട് പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്തൊരു അത്ഭുതമാണ് സംഭവിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇപ്പോഴും ആ സായിയുടെ പടം അദ്ദേഹം നെഞ്ചോട് ചേർത്താണ് വെക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ചെറിയ അനുഭവങ്ങളാണ്. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് സായി തന്നിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം സ്വപ്ന ദർശനം തരുന്നു സായി. ഇവിടെയും ഗുരുവാര വ്രതങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ഞാൻ കൊറോണ സമയത്ത് അബുദാബിയിലായിരുന്നു. അപ്പോൾ അപമൃത്യു നിവാരണം എന്ന് പറഞ്ഞിട്ട് ഒരു തോന്നലാണത്. ഞാൻ പലർക്കും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ രാത്രി മരണങ്ങൾ, ഒരു അറ്റാക്കുകൾ അല്ലെങ്കിൽ രാത്രി മരണങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരുപാട് ഇപ്പോൾ ഒരു നേർക്കാഴ്ചകളായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് സായി ചരിതത്തിലെ അപമൃത്യു നിവാരണം വായിച്ചാൽ നമ്മൾക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ആ രാത്രി ഒഴിവാക്കപ്പെടും. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഇത് ചെയ്താൽ പരമാവധി നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി പിറ്റേ ദിവസം കാലത്ത് എണീക്കാൻ പറ്റും എന്നുള്ളത്. ഞാൻ എല്ലാ ദിവസവും ഒരു 3-4 വർഷമായിട്ട് ഞാൻ നിരന്തരമായിട്ട് 12 മണിക്ക് വന്നാലും 1 മണിക്ക് വന്നാലും അപമൃത്യു നിവാരണം വായിച്ചിട്ട് ഞാൻ കിടക്കുകയുള്ളൂ. അതായത് ഹേമന്ത് പാന്ത് എഴുതിയ മലയാള തർജിമ സായി ചരിതത്തിൻ്റെ മലയാള വേർഷൻ, അതിൽ 22ാമത്തെ അധ്യായമായ അപമൃത്യു നിവാരണം. പെട്ടെന്ന് വരുന്ന മരണം, നമ്മൾ പ്രതീക്ഷിക്കാണ്ട് സംഭവിക്കുന്നത്, അത് നിവാഹരിക്കപ്പെടുന്നു. അതിൽ പറയുന്ന ഒരു 3 കഥകൾ. ഒന്നൊരു സാഹിബ് മരക്കാർ, ഒരു അസിസ്റ്റൻറ്റ് കളക്ടറായിരുന്ന ബാബയുടെ വലിയ ഭക്തൻ. അദ്ദേഹത്തെ പാമ്പിൻ്റെ കടിയിൽ നിന്ന് ബാബ രക്ഷപ്പെടുത്തുന്ന വിധം ശ്യാമയുടെ സഹായത്തോടു കൂടി. 2 അമീർ സർക്കാർ എന്ന കറതീർന്നൊരു ഭക്തൻ്റെ രക്ഷപ്പെടൽ. 3 ബാലാസാഹിബ് ഭൂട്ടി, ബാബയുടെ കൂടെ താമസിച്ച് ബാബയെ പരിചരിച്ചിരുന്ന, ബാബയുടെ ക്ഷേത്രം പണിതീർത്ത ഏറ്റവും നല്ല ഭക്തനായ അദ്ദേഹത്തിൻ്റെ മരണം പ്രവചിച്ച നാനാടൻ ഗാളെ എന്ന് പറയുന്ന വലിയൊരു ജ്യോത്സ്യൻ, ഷിർദിയിൽ താമസിച്ചിരുന്ന ജ്യോത്സ്യൻ പറഞ്ഞു, നിനക്ക് മരണസമയമാണ്, മരണയോഗമാണ്. അതിൽ നിന്ന് ബാബ അദ്ദേഹത്തെ രക്ഷിക്കുന്ന രീതി. ഇതിൻ്റെ രചയിതാവായ ശ്രീ സായി ചരിതത്തിൻ്റെ രചയിതാവായ ഹേമന്ത് പാന്തിനെ തേളിൻ്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സംഭവം. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കോർത്തിണക്കിയ അപമൃത്യു നിവാരണമെന്ന 22ാമത്തെ അധ്യായം നമ്മൾ രാത്രി വായിക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് രാത്രി ഉണ്ടാവുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടും. ഒരു ഭക്തൻ്റെ വിശ്വാസമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ സായിയിൽ വിശ്വസിക്കുമ്പോൾ, സായി ഭക്തരായി മാറുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഒരു അന്യായമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് അത് ശരിയല്ല എന്ന് പറയുകയും, എന്ത് തെറ്റ് ചെയ്താലും ആരോട് പോലും മാപ്പ് പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. ഒരുപാട് പേര് സായി ഭക്തരുമായി നമ്മൾ സംവദിക്കുമ്പോൾ ഏവരിലും ഉണ്ടായ മാറ്റങ്ങൾ നന്മ നിറഞ്ഞതാണ്. നല്ല മനസ്സ്, മനസ്സമാധാനം, നല്ല കുട്ടികൾ, നല്ല ജീവിതം, അങ്ങനെ ഞാൻ ഒരുപാട് ഫോട്ടോകൾ ദുഃഖിച്ചിരിക്കുന്ന, പ്രയാസങ്ങൾ നേരിടുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ അടുത്തുണ്ടായ ഒരു സംഭവം, എൻ്റെ കോളേജ് മേറ്റായ സുധീഷ്, അദ്ദേഹം റേക്കി പറയുകയും അത്യാവശ്യം ജ്യോതിഷ കാര്യങ്ങളിൽ അഗ്രഗണ്യനുമാണ്. അദ്ദേഹം ഷിർദി സായിയെ സ്വപ്നം കാണുകയും ഞാൻ കാഷ്വലായി അദ്ദേഹത്തെ കുറേ നാളുകൾക്ക് ശേഷം കാണുകയും പെട്ടെന്ന് ഷിർദിയിലെ കാര്യം സംസാരിക്കുകയും ചെയ്യാൻ ഒരവസരം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഷിർദി സായി അശ്വിനിയെ വിട്ടിരിക്കുന്നതാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് ഷിർദിയിലെത്തണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ വളരെ രസകരമായ, വെച്ചാൽ വളരെ അത്ഭുതം നിറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഒരിക്കൽ 2 വീലറിൽ ഞാൻ ആലുവയിൽ നിന്ന് പറവൂർക്ക് വരുന്ന വഴി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ല ഹോട്ടൽ നോക്കി വരുകയാണ്. അപ്പോൾ ഒരു നല്ല മാന്യനായ ഒരാൾ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ നല്ല ഭക്ഷണമായിരിക്കും എന്ന വിചാരത്തോടു കൂടി ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ഞാനും പാർക്ക് ചെയ്തിട്ട് അവിടെ കയറി മസാല ദോശ കഴിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം അപ്പുറത്ത് കൈ എഴുതുന്ന സ്ഥലത്ത് അദ്ദേഹം നിൽപ്പുണ്ട്.
ഞാൻ ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം പരിചയപ്പെടാൻ ആഗ്രഹിച്ച് എന്നോട് ചോദിച്ചു, എന്ത് ചെയ്യുന്നു? ഞാൻ ഡിസ്ട്രിബ്യൂട്ടറാണ്. പൈസ കൊടുക്കുന്നതിന് വേണ്ടി പേഴ്സ് തുറന്നപ്പോൾ അതിലിരുന്നൊരു സായി ചിത്രം എടുത്ത് ചാടി ഇദ്ദേഹത്തിൻ്റെ കാൽക്കലോട്ട് വീണു. അപ്പം ഞാൻ ഉറപ്പിച്ചു, ഇദ്ദേഹം സായി ഭക്തൻ തന്നെ. അങ്ങനെ പരിചയപ്പെടുന്നു. രഞ്ജിത്ത് കെ നമ്പ്യാർ എന്ന മനുഷ്യൻ, എറണാകുളത്ത് സ്വദേശിയാണ്. അവിടെ ആലങ്ങാട് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു. അദ്ദേഹമായി വളരെ അടുപ്പമായി. അതൊരു ചെറിയ കാലത്ത് മാത്രം ഗുരു നിശ്ചയിച്ച ഒരു ബന്ധമായിരുന്നു. വളരെ അദ്ദേഹത്തിലൂടെയാണ് ഞാൻ സത്യസായി ബാബയിലോട്ട് എത്തുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്വായത്തമാക്കി തന്ന ഒരു ഗുരുവാണ് സായി ഗുരു. പിന്നെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്, ഞാൻ ഈ അബുദാബിയിലുള്ള സമയത്ത് വൈഫിൻ്റെ സാഹചര്യം അയച്ചു കൊടുക്കുകയും ആ സമയത്ത് ഇവിടെ സായിയെപ്പോലെ, അതായത് അവൾ സായിയുടെ പടങ്ങൾ ഒരുപാടുണ്ട്, സായിയെപ്പോലെ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ ഇവിടെ വരികയും അവർ ഭക്ഷണം കൊടുത്തതിന് ശേഷം ഒരു 7 രൂപ അവൾക്ക് ഇവിടെ വെച്ചിട്ട് പോയി അദ്ദേഹം. ആ 7 രൂപ നമ്മളെടുത്ത് കുറേ കാലം അത് സൂക്ഷിച്ച് വെച്ചു. പിന്നെ അതിനുശേഷം ഞാനിവിടെ ഉള്ളപ്പോൾ വീണ്ടും സായിയെ പോലുള്ള ഒരു വളരെ സായിയായിട്ട് തന്നെ നമുക്ക് തോന്നണ വന്നു. ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു, ഭക്ഷണം കൊടുത്തു. അപ്പോൾ എന്നോടൊരു കുട ചോദിച്ചു. ആ സമയത്ത് പിള്ളേരൊക്കെ ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട് കുട ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കാലം കുടയാണ് വിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ പറ്റിയില്ല. എന്ത് അത്ഭുതം എന്ന് പറയട്ടെ, അതൊരു മനസ്സിനൊരു വിഷമമായിട്ടിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും അദ്ദേഹം വരികയും കുട വീണ്ടും ചോദിക്കുകയും ഞാൻ ആ കുട കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടണ ഒരു മാനസിക സന്തോഷം. ഇപ്പം ഞാനൊരു മെഡിക്കൽ ആയിട്ട് ബന്ധപ്പെട്ടൊരു കക്ഷിയാണ്. വളരെ റഫായിട്ടുള്ള ഡോക്ടേഴ്സ് വരെയും ഞാൻ ചെല്ലുമ്പോൾ വളരെ കൂളായിട്ടിരിക്കുകയാണ്. റെപ്രസെൻറ്റേറ്റീവിന് പ്രവേശനമില്ലാത്ത പല ഡോക്ടേഴ്സിൻ്റെ മുമ്പിലും നമ്മൾ കയറുന്നു. നമ്മൾ പല രോഗികളെ കൊണ്ട് പോകുമ്പോൾ വളരെ രീതിയിൽ എല്ലാ വാതിലുകളും തുറക്കപ്പെടുന്നു. നമുക്ക് സമ്പത്തിൻ്റെയൊക്കെ അപ്പുറത്ത് ആണ് നമ്മൾ അംഗീകരിക്കപ്പെടുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയണത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും സായിയെ കൊണ്ട് ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മത്തിനനുസരിച്ചുള്ള ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളത് വളരെ വളരെ സന്തോഷകരമായിട്ട് നിങ്ങളോട് ഈ പങ്കുവെക്കുകയാണ്. ഞാൻ ചെറിയൊരു വിശ്വാസി മാത്രമാണ്. കാരണം നിങ്ങളെപ്പോലുള്ള ഒരുപാട് ഡിവോട്ടീസ്, സായിയെ തൊട്ടറിഞ്ഞ ഒരുപാട് പേരുണ്ട്. അവിടെ എൻ്റെ അനുഭവത വളരെ എളിമയോടുകൂടിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം സുരേഷിയെ പോലുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള സായിയായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനോട് സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പിൽ അംഗമാകാനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമാണ്. ഒരു മുതിർന്നൊരു സന്യാസി എന്നോട് പറഞ്ഞതുപോലെ, നിങ്ങൾ വിഷമിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവരും നിങ്ങൾക്കെതിരാവുന്ന ഒരു സമയത്ത് നിങ്ങളുടെ കർമ്മം നല്ലതായിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഗുരു കടന്നു വരും. ഗുരുശ്രേണിയിൽപ്പെട്ട ആരുമാവാം. ലക്ഷം ദോഷം ഗുരു ഹന്തി. ലക്ഷം ദോഷമുണ്ടായാലും ഗുരുവിന് അത് സന്ധി ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റും. എൻ്റെ ഭാര്യ അമ്പിളി, അവൾ സായിയിൽ അത്ര വിശ്വസിച്ചിരുന്നില്ല ആദ്യ കാലഘട്ടത്തിൽ. ഞാൻ നിർബന്ധിച്ചതുമില്ല. എനിക്കുള്ള അചഞ്ചലമായ ഗുരുവിലുള്ള വിശ്വാസം അവളിലേക്കും എത്തിച്ചേരുമെന്ന് എനിക്കുറപ്പായിരുന്നു. ഞങ്ങളുടെ വടക്കു വശത്ത് താമസിക്കുന്ന അയൽക്കാരായ സാധാരണ രീതിയിൽ ജീവിക്കുന്ന അമ്പിയ ചേച്ചിയും കുടുംബവും, അവരുടെ ഒരു ഓടിട്ട വീട്, ഒരു മഴക്കാല സമയം, ഒരു 5-6 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പെട്ടെന്നുണ്ടായ കാറ്റിൽ അവരുടെ മുൻവശത്ത് നിന്നിരുന്ന മാവ് പെട്ടെന്ന് മറിഞ്ഞു വീഴുന്നു. എൻ്റെ ഭാര്യയും ആ സമയത്ത് അവിടെയുണ്ട്. അവൾ പെട്ടെന്ന്, അറിയില്ല, അവൾ പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ സായി, അങ്ങക്ക് ശക്തിയുണ്ടെങ്കിൽ ഈ വീടിൻ്റെ മുകളിൽ വീഴാണ്ട് കാക്കണേ. അത്ഭുതമെന്ന് പറയട്ടെ, അതിൻ്റെ തൊട്ടടുത്ത് നിന്നിരുന്ന ഒരു സാധാരണ മരത്തിൻ്റെ ശിഖിരത്തിൽ തടഞ്ഞ് ആ വലിയ വടവൃക്ഷം മരം മുറിക്കുന്ന ആൾക്കാർ വരുന്നതുവരെ അവിടെ തന്നെ നിന്നിരുന്നു. മൊത്തം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അത്ഭുതപ്പെട്ടു പോയ നിമിഷങ്ങളാണ്. എൻ്റെ ഭാര്യ കറതീർന്ന സായി ഭക്തയായി മാറി. ഞാൻ നിങ്ങളോട് പറയുന്നത്, സായിയിൽ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ കർമ്മവും നിങ്ങളുടെ പ്രവൃത്തി പഥവും നന്മ നിറഞ്ഞതാണെങ്കിൽ സായി നിങ്ങളെ തേടിയെത്തും.
അതിനുശേഷം അവൾ അവളുടെ കുടുംബത്തിലെ ഒരുപാട് പേരെ സായി ഭക്തരാക്കി മാറ്റി. സായി ചരിതം ഒരുപാട് പേർക്ക് കൊടുത്തു. എല്ലാവർക്കും മാനസികമായ സന്തോഷം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അവിസ്മരണീയമായ ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. ഇപ്പോൾ ഇത് തന്നെ ഒരു ചെറിയ സംഭവം. സുരേഷ് ജി എന്ന വളരെ നല്ല മനുഷ്യൻ, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സായി ഡിവോട്ടികളെ, ഒരു നല്ല ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ അദ്ദേഹം കാണിച്ച നന്മ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് സ്റ്റുഡൻസുകളെ സഹായിക്കാനും അന്നദാനം നടത്താനും സായിയിലൂടെ അദ്ദേഹത്തെ നമ്മളിലോട്ട് എത്തിക്കുന്നതാണത്. അപ്പോൾ ആരാണ് ശരിക്ക് ഭാഗ്യവാന്മാർ? നമ്മളാണ്. അദ്ദേഹം സായിക്കും നമുക്ക് നിൽക്കുന്ന ഒരു പാലമാണ്. അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ. ഇവിടെ അടുത്ത് തന്നെ തേവരയിൽ ഒരു സായി ക്ഷേത്രമുണ്ട്. അവിടെ ഞാൻ 2-3 പ്രാവശ്യം ഇപ്പോൾ പോയി. അന്നദാനം എല്ലാ ദിവസവും ഉണ്ട്. അദ്ദേഹം ക്ഷേത്രം പണി കഴിച്ച ആൾ വളരെ നല്ല മനുഷ്യൻ. നമ്മൾ ചെല്ലുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഇത്രയും 10ഉം 1000 നിൽക്കുന്നതിൻ്റെ അടക്കം നമ്മളോട് ഒരു പ്രത്യേകത കാണിക്കാൻ സായിയല്ലേ അതിന് പ്രേരിപ്പിക്കുന്നത്. നമുക്കൊരു പ്രത്യേകതയുമില്ലാത്ത സാധാരണ മനുഷ്യർ, പക്ഷെ എവിടെ ചെന്നാലും നമ്മൾക്ക് ഒരു പരിഗണന കിട്ടുന്നു. അതുപോലും സായി ശ്രദ്ധിക്കുന്നില്ലേ? അപ്പോൾ സായി ഭക്തരായ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്, ദൈവാനുഗ്രഹം സിദ്ധിച്ചവരാണ്. അപ്പം അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ എന്നും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഒരു ചിരി ഒരുപാട് മാറ്റങ്ങൾ മറ്റൊരു ജീവിതത്തിൽ ഉണ്ടാക്കാം. എല്ലാവർക്കും സായി സത്ചിന്തകൾ തരട്ടെ, നന്മകളുണ്ടാവട്ടെ, ഒരുപാട് ആൾക്കാരെ നമുക്ക് സഹായിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. സായിറാം. तेरे रहम की लहरों